ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ ആന്റി മുത്തിനെ വഴക്ക് പറയുമെന്ന് മുത്തശ്ശി പറഞ്ഞില്ലേ? അതുകൊണ്ട് ഞാനാ ഹോംവർക്ക് ചെയ്തു വെച്ചത്, മുത്തിന് വഴക്ക് കിട്ടാതിരിക്കാൻ. എന്നെ വഴക്ക് പറയാൻ നിനക്കെന്താ നഷ്ടം? എല്ലാം ഇവളുടെ നമ്പറാ. അതെ, ഞങ്ങൾ നിന്നോട് പിണങ്ങാൻ വേണ്ടി ഇവളിങ്ങനെ പറയുന്നേ. മുത്തിവരോട് കൂട്ടുകൂടാതിരിക്കുന്നതാ നല്ലത്. നല്ല കൂട്ടുകാർ നമുക്ക് നല്ലതേ പറഞ്ഞു തരൂ. പഠിക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും കൂട്ടു നിൽക്കും. ഇവര് ചീത്തയാ. ഞങ്ങളുടെ ഗ്യാങ്ങിനെ കുറ്റം പറഞ്ഞാലുണ്ടല്ലോ. വാ. എന്തൊക്കെയാ ഇന്ന് രാധികാസ് കിച്ചണിലെ വിഭവങ്ങളെന്ന് ഞാനൊന്ന് നോക്കട്ടെ. രാധികേ, ഇതുവരെ ഊണുകാലമായില്ലേ? ഊണിന് സമയാവുന്നല്ലേ ഉള്ളൂ. ഇന്നെന്താ നേരത്തെ വിശന്നോ? ഗതികേട് കൊണ്ട് മനുഷ്യൻ കഴിക്കുന്നു എന്നല്ലാതെ എന്തിരിക്കുന്നു ഇവളുണ്ടാക്കുന്ന ആഹാരത്തിന് ഇത്ര പ്രത്യേകത? എനിക്ക് വളരെ ഇഷ്ടം രാധിക ഉണ്ടാക്കുന്ന ഫുഡ്. അത് ഞാൻ എവിടെയും പറയും. കൃഷ്ണയ്ക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളാ ഇതെല്ലാം. ആ മനസ്സറിഞ്ഞതുപോലെയാ രാധിക ഓരോന്ന് ചെയ്യുന്നത്. കൃഷ്ണയുടെ മനസ്സറിഞ്ഞ് എല്ലാം ചെയ്യേണ്ടത് നിന്റെ ഉത്തരവാദിത്വ. നിന്റെ ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞു പെരുമാറാൻ ഇവളുണ്ടെങ്കിൽ പിന്നെ നിന്റെ ആവശ്യം എന്താ കാവ്യ ഈ വീട്ടില്? നിന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി പെരുമാറാൻ ഉപദേശിക്കും ജോലിക്കാരിയെ, അല്ലാതെ സ്വന്തം കുഴി സ്വയം കുഴിക്കരുത്. കൃഷ്ണയുടെ ഇഷ്ടങ്ങൾ തന്നെയാ എന്റെ ഇഷ്ടങ്ങൾ. എനിക്കിഷ്ടമുള്ളതാ രാധിക ഉണ്ടാക്കിയത്. തീർന്നല്ലോ അമ്മയുടെ പരാതി. ഏയ്, രാധിക വിഷമിക്കൊന്നും വേണ്ട. അമ്മ അങ്ങനെയാണെന്ന് അറിയാലോ. എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇന്ന് കൃഷ്ണയുടെ ലഞ്ച് രാധിക ഉണ്ടാക്കിയ വിഭവങ്ങൾ കഴിച്ചാവട്ടെ. മനസ്സിലായില്ലേ? ഇത് പിടിക്ക. രാധികയുടെ സ്പെഷ്യൽ വിഭവങ്ങളെല്ലാം ഇതിൽ നിറച്ചു വെച്ചേക്കണം. ഞാൻ ഡ്രൈവറെ വിളിച്ചു വരാൻ പറയാം. ചെയ്യാം. ഞാൻ അമ്മയെ ഒന്ന് ചെന്ന് നോക്കട്ടെ. ചമ്മല് കാരണം ചിലപ്പോ കഴിക്കാൻ വരില്ല. ഇതാർക്കാ പതിവില്ലാതെ ലഞ്ചുമായിട്ട് വന്നിരിക്കുന്നത്? അതെന്ത് ചോദ്യാ സാറേ, ഇത് സാറിന് തന്നെ ഉള്ളതാ. എടോ, എനിക്ക് ലഞ്ച് കൊണ്ടുവരണ്ടെന്ന് പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ? ഇതേ സ്പെഷ്യൽ അല്ലേ സാറേ? എന്ത് സ്പെഷ്യൽ? ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു അടുക്കളക്കാരില്ലേ സാറേ, നമ്മുടെ മണിക്കുട്ടിയുടെ തള്ള. അവക്കെ ഭയങ്കര കൈപ്പുണ്യാണെന്ന പറച്ചില്. എന്തായാലും സാർ ഇതൊന്ന് കഴിച്ചു നോക്ക്. വയറ് മാത്രമല്ല മനസ്സും നിറയും. ഞാനിത് അകത്തേക്ക് വെച്ചേക്കട്ടെ സാറേ? ചെല്ല്. കണ്ണേട്ടാ, കാവ്യയുടെ മനസ്സിൽ ഒരു ചെറിയ കരട് പോലും വീണ് കണ്ണേട്ടന്റെ ജീവിതം തകരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വീട് ഉപേക്ഷിച്ച് ഞാൻ ഇറങ്ങാത്തതിന്റെ കാരണം മണിക്കുട്ടിയാ. അരികിലുള്ളത് അച്ഛനാണെന്നറിയുന്നില്ലെങ്കിലും കണ്ണേട്ടന്റെ തണൽ അവൾക്ക് ആശ്വാസമാണ്. അച്ഛനെ കാണണം, കൂടെ കെട്ടിപ്പിടിച്ചുറങ്ങണം, പാർക്കിലും ബീച്ചിലും ഒക്കെ അച്ഛനൊപ്പം പോണം. നമ്മുടെ മോളുടെ കുഞ്ഞു കുഞ്ഞാഗ്രഹങ്ങൾ ഇവയൊക്കെ മാത്രം. അവൾ ആഗ്രഹിച്ചതിനേക്കാളുമൊക്കെ വലിയ ഒരുപാട് കാര്യങ്ങൾ കണ്ണേട്ടൻ ചെയ്തു കൊടുത്തു. നന്ദി എന്ന വാക്കിൽ ആ വലിയ നന്മയെ ചെറുതാക്കി ഒതുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അകന്നത് സ്നേഹക്കുറവ് കൊണ്ടല്ല, എന്നേക്കാൾ അധികമായി ഞാൻ കണ്ണേട്ടനെ സ്നേഹിച്ചതുകൊണ്ടാണ്. ഇന്ന്
രാധ. ആ രാധികേ, രാധികേ, എന്ത് പറ്റി രാധികേ? ഒരു തലകർക്കം പോലെ. അയ്യോ, എന്നിട്ടാണോ ഇങ്ങനെ നിൽക്കുന്നേ? ഇരിക്കും. എന്ത് പറ്റിയതാ ഇങ്ങനെ? രാധികയ്ക്ക് എന്തെങ്കിലും കാര്യമായിട്ടുള്ള അസുഖമുണ്ടോ? ഞാൻ എന്തായാലും ഒരു ഡോക്ടറെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പോവാ. അയ്യോ വേണ്ട. എന്താ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഡി, നീ എന്താ ഉച്ചമയക്കത്തിലാണോ? മതി മടി പിടിച്ചിരുന്നത്. വേഗം ഇതൊക്കെ അയൺ ചെയ്യാൻ നോക്ക്.